നമ്മളെ കേൾക്കുന്നില്ല എല്ലാവർക്കും? കേൾക്കാത്തവരൊന്നുമില്ലല്ലോ? അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കാൻ പോവാണേ. അപ്പം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡിന്റെ പേര് എങ്ങനെയായിരിക്കും. ഒന്നുകിൽ IAS IFRS എന്നുണ്ടാവും, പിന്നെ അതിന്റെ കൂടെ ഒരു നമ്പറും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡിന്റെ പേര് പഠിക്കുക. ഓക്കെ, അപ്പം ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെന്ററിന്റെ വാല്യുവേഷൻ ആണ്. അതിന് പറയുന്ന പേരാണ് എന്ത്? IAS 2. ഓക്കെ, ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, എന്താ പറയാ? IAS 2 ആണ് എന്ത്? ഇൻവെന്ററി. അണ്ടർസ്റ്റുഡ്? ഇനി ഈ ലെസണിൽ നമ്മൾ IAS 2 ഇൻവെന്ററി എങ്ങനെയാ വാല്യൂ ചെയ്യുന്നത്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ്, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെയാ എടുക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാ എടുക്കുക, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്ക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററി എന്താന്ന് പറഞ്ഞേ? നിങ്ങൾ ഇത്രയും കാലം ഇൻവെന്ററിനെ വേറൊരു പേരായിട്ടാ പഠിച്ചത്, സ്റ്റോക്ക് അല്ലെ? എന്താണ്? സ്റ്റോക്ക് ആണ്. ഇനി തൊട്ട് എന്താണ്? ഇൻവെന്ററി എന്നാ നമ്മൾ പറയാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ഡോ? ഓക്കെ, ഇനി ഇൻവെന്ററി എന്താണ് സംഭവം? ഗുഡ്സ് അൺസോൾഡ് അറ്റ് എ പോയിന്റ് ഓഫ് ഫിയർ ആണ് അല്ലെ? നമ്മള് വാങ്ങിച്ചു വെച്ച അല്ലെങ്കിൽ പുറത്ത് വിൽക്കാൻ വേണ്ടി നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രത്തോളം നമ്മൾ അൺസോൾഡ് ആയിട്ട് നമ്മളെ വെയർഹൗസിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അൺസോൾഡ് ആയിട്ട് നമ്മളെ കയ്യിലുണ്ട്, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് എന്താ പറയുന്നത്? ഇൻവെന്ററി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇൻവെന്ററിക്ക് വേണ്ടിയിട്ട് ഇൻവെന്ററി നമ്മൾ എവിടെയാണ് എടുക്കുക? നമ്മള് ഇൻവെന്ററിയുടെ കണക്ക് SOP-യിൽ കൊടുക്കും, SOFP-യിൽ കൊടുക്കും. ഓൾറൈറ്റ്, SOP-യിൽ നമ്മൾ ഇൻവെന്ററി ഇൻക്ലൂഡ് ചെയ്യുക COS-ലാണ്, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഫോമാറ്റ് ആണ് ഇത്. ഈ ഒരു ഫോമാറ്റ് ഗ്രോസ് പ്രോഫിറ്റിന്റെയും സെയിൽസിന്റെയും ഫോമാറ്റ് ആണ്, അതായത് SOP-യുടെ ഒരു പാർട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ള? റവന്യൂ ഉണ്ട്. റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ അക്കൊല്ലം നടത്തിയ സെയിൽസ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? COS എടുക്കും. COS-ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്, ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. എന്താണ് COS-ന്റെ ഇക്വേഷന്? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ബ്രാക്കറ്റ്സ് ഉണ്ടോ? ഇത് ജസ്റ്റ് നെഗറ്റീവ് എമൗണ്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രാക്കറ്റ്സ് ആണ്. ഇനി നമ്മൾ നെഗറ്റീവ് എന്നല്ല എഴുതുക, പകരം എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ നമ്മൾ ബ്രാക്കറ്റ്സ് ഇട്ടിട്ടാണ് എഴുതുക. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? നാലാക്കും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞത് വരെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? ഇത് ഒരു മിനി SOPL എന്ന് പറയാം. അതായത് SOPL ഇത് കഴിഞ്ഞിട്ടും ബാക്കിയുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം എടുക്കുന്നുള്ളൂ. ക്ലിയർ? അപ്പൊ ഈ ഒരു പോർഷൻ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും. എന്തൊക്കെയാണ്? സെയിൽസ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്? റവന്യൂ ആണ്. റവന്യൂ എന്ന് പറയുന്നത് അക്കൊല്ലം എത്ര സെയിൽസ് നടന്നിട്ടുണ്ടോ അത്, അല്ലെങ്കിൽ ആ ടൈം എത്ര സെയിൽസ് നടന്നിട്ടുണ്ടോ അത്. പിന്നെ നമ്മൾ എടുക്കുക കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ ഡിഡക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എത്തുന്ന എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. ക്ലിയർ? അപ്പൊ ഇതൊക്കെ എടുത്ത് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് എന്ത്? കോസ്റ്റ് ഓഫ് സെയിൽസ്. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടേമിൽ പറയുവാണെങ്കിൽ, സപ്പോസ് ഞാനൊരു ഐഫോൺ $1000 എടുത്തു. ഓക്കെ, ഞാൻ അത് വിൽക്കുമ്പം 1200 വിറ്റു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ റവന്യൂ എന്താണ്? 1200 ആണ്. എന്റെ COS അതായത് കോസ്റ്റ് എന്താണ്? 1000 ആണ്. എന്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 200 ആണ്. അണ്ടർസ്റ്റുഡ്? ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ നാലാക്കും? ഓക്കെ, സിമ്പിൾ ലോജിക് ആണ്. എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, 1000 ഞാൻ വാങ്ങിയത്. അത് ഞാൻ എന്ത് ചെയ്തു? 1200 ഞാൻ മറിച്ച് വിറ്റു. അപ്പൊ എനിക്ക് എന്ത് ചെയ്തു? 200 എക്സ്ട്രാ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. എന്റെ കോസ്റ്റ് 1000 ആയിരുന്നു. 1200 ആണ് എന്റെ റവന്യൂ. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? മാം കുറച്ചുകൂടി സൗണ്ട് പറയൂ. സൗണ്ട് കുറവാ? ഇല്ല, എനിക്ക് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എനിക്ക് ലാപ്പിലായോണ്ട് കുറച്ച് കുറവ്. അങ്ങനെ ഞാൻ അട്ടാസിക്കേണ്ടി വരുമല്ലോ.
ഞാനിത് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്, വേഗം കോപ്പി ചെയ്യാം. ഫോമാറ്റ് ഓഫ് SOPL presenting sales, cost of sales, gross profit. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കാം. ഇല്ലസ്ട്രേഷൻ 1 ആണ്, ശ്രദ്ധിച്ചോ. At the beginning of the financial year, a business has, ശ്രദ്ധിക്കണേ, has 1500 അല്ലെങ്കിൽ 1500 എന്ന് നമ്മൾ പറയുന്നത്, 1500 of inventory left over from the preceding accounting period. During the year, it purchases additional goods costing 21,000 and make sale totaling 25,000. At the end of the year, there are 3,000 of goods left that have not been sold. Okay? അപ്പൊ ഇത്രയാണ് വന്ന ഇൻഫർമേഷൻ. ഇതിൽ ഫസ്റ്റത്തെ ആ 1500 ലെഫ്റ്റ് ഓവർ ഫ്രം പ്രീവിയസ് ഇയർ. അപ്പൊ ഇതിനെന്താ പറയാ? ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലിയർ അല്ലേ? ഓക്കെടോ. ഇനി രണ്ടാമത്തത് എന്താ പറയുന്നത്? ആ ഇയറിൽ അഡീഷണൽ ഇൻവെന്ററി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? പർച്ചേസസ്. ക്ലിയർ? ക്ലിയർ അല്ലേ നാലാക്കും? ഫസ്റ്റ് വൺ ഓപ്പണിംഗ് ഇൻവെന്ററിയാ? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ഓപ്പണിംഗ് ഇൻവെന്ററി. സ്റ്റോക്ക് എന്ന് പറഞ്ഞു അതായിപ്പോയതാ. ഓപ്പണിംഗ് ഇൻവെന്ററി. രണ്ടാമത്തത് എന്താ? അഡീഷണൽ. എന്താണ്? ഇൻവെന്ററിയും സ്റ്റോക്കും ഒന്നല്ല. രണ്ടും ഒന്നാ, പക്ഷെ നമ്മൾ ഇൻവെന്ററി എന്നാ പറയാ. ഓക്കെ, കമ്പനി അക്കൗണ്ട്സിൽ ഇൻവെന്ററി എന്നാ പറയാ. പിന്നെന്താണ്? അഡീഷണൽ പർച്ചേസസ് നടത്തിയിട്ടില്ലേ, അതാണ് ആ പർച്ചേസസ് 21,000. ക്ലിയർ? ഓക്കെ. എന്നിട്ട് അക്കൊല്ലം എത്രത്തോളം സെയിൽസ് നടത്തിയിട്ടുണ്ട്? 25,000. ക്ലിയർ? ചെയ്യരുതേ നിങ്ങളൊന്നോ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 minutes തരും, അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എത്ര ബാക്കിയുണ്ട്? 3,000 ബാക്കിയുണ്ട്. അപ്പൊ അതാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മള് SOPL എക്സ്ട്രാക്ട് ഫ്രം SOPL പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റവന്യൂ എത്രയാ? 21,000. രണ്ട് എമൗണ്ട് കോളം. ഇവിടെ 21,000. പിന്നെ നമുക്ക് എന്ത് വേണം? ഓപ്പണിംഗ് ഇൻവെന്ററി 21,000 പർച്ചേസസ് അല്ല. അയ്യോ, ആയിപ്പോയത് 25,000 ആണ്. ആയിപ്പോയത്. ഓക്കെ, ഇപ്പൊ 25,000. പിന്നെ ഓപ്പണിംഗ് ഇൻവെന്ററി എത്ര ഉണ്ട്? 1,500 അല്ലെ? പ്ലസ് പർച്ചേസസ് എത്രയാണ്? 21,000 മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്? 3,000. ഇതിന്റെ ടോട്ടൽ ആണ് ഇവിടെ COS ആയിട്ട് മൈനസ് ചെയ്യേണ്ടത്. എത്ര കിട്ടുക? നോക്ക് വേഗം. 5,500. 600. 5,600. എന്താടാ പറയുന്നത്? 19,500 അല്ലേ COS? 19,500 COS. മൈനസ് ആണല്ലേ? 19,500 COS. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? 5,500. ക്ലിയർ അല്ലേ? വേഗം ചെയ്യാ ക്വസ്റ്റ്യൻ, നോക്കാതെ ചെയ്. അപ്പൊ അടുത്തതിലിട്ട് പോവാണേ. അടുത്തത് ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡിങ് 1. ചെയ്ത ഒറ്റക്ക് വേഗം. സ്ക്രീൻ കാണുന്നില്ല. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടാം. അടുത്ത ഞാൻ ഈ മാർക്ക് ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾ എഴുതണേ, പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടാ. അടുത്തത് ഇയർ എൻഡ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഇയർ എൻഡ് ആവുമ്പോഴേക്ക് നമ്മൾ ഇൻവെന്ററിയിൽ എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിക്കുക എന്നുള്ളതും അതിന്റെ ജേർണൽ എൻട്രി ആണ് പഠിക്കുക. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നില്ലല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, മറന്നുപോയി. അതെന്റെ ഒരു ക്ലിക്സ് ആണ്. ഞാൻ അധികം മറക്കുന്ന കാര്യം. ഒന്നിക്ക് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രീന് ഷെയർ ചെയ്യാൻ. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ പറഞ്ഞ ആൻസർ എത്ര കിട്ടിയ? എത്ര കിട്ടിയ? എല്ലാവർക്കും എത്ര കിട്ടിയ? 63,000 അല്ലേ?
ടെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് 1 അല്ലേ? ആ അതിന്റെ ബാക്കിൽ അതോടെ ആൻസർ നിങ്ങളുടെ അടുത്ത് PDF ഇല്ലേ? PDF നോക്കിയിട്ടില്ല. വാട്ട് പീപ്പിൾ എത്രട്ടെ? ആ അതന്നെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഇയർ എൻഡ് ഇൻവെന്ററി ആണ്. ഇയർ എൻഡ് ഇൻവെന്ററി എന്ന് വെച്ചാൽ എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ വാല്യൂ ചെയ്യുക? അത് നമ്മൾ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് മൊമെന്റ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ നോക്കാം. നമ്മള് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്ന ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പം നമ്മളെ പ്രീവിയസ് ഇയറിലുള്ള ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഈ ഇയറിലുള്ള ഓപ്പണിംഗ് ബാലൻസ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രീവിയസ് ഇയറിലുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ് എന്ത്? ഇക്കൊല്ലത്തെ ഫസ്റ്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇൻവെന്ററി നമ്മൾ പ്രീവിയസ് ഇയറിന് കൊണ്ടുവരുന്നത് നമ്മൾ എന്ത് ചെയ്തു? സെയില് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റു. അങ്ങനെയാണ് നമ്മൾ എസ്യൂം ചെയ്യാം. ഓക്കെ, ഇൻവെന്ററി നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്ത ഇൻവെന്ററി ഉണ്ടാവൂലേ കഴിഞ്ഞ കൊല്ലം, ആ ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യും? സെല് ചെയ്യും. അങ്ങനെയാണ് എസ്യൂം ചെയ്യാം. ഓക്കെ, is assumed to have been ഇവിടെ inventory brought forward BF, okay, from previous year is assumed to have been used to generate assets for sale. Okay, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഓപ്പണിംഗ് ഇൻവെന്ററിനെ ക്ലോസ് ചെയ്യാന്നുള്ളതാ. മനസ്സിലായാ? ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഓപ്പണിംഗ് ഇൻവെന്ററിനെ ക്ലോസ് ചെയ്യാന്നുള്ളതാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സാധനത്തിന് ഇൻവെന്ററി ആയ അസറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഓപ്പണിംഗ് ഇൻവെന്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെന്ററി അസറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ക്ലിയർ? ഓക്കെ, ഒറ്റ സെക്കൻഡേ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. പ്രീവിയസ് ഇയർ ഇൻവെന്ററി എൻഡ് ചെയ്യുമ്പോൾ ബ്രോഡ് ഫോർവേഡ് ഇൻവെന്ററി ഇക്കൊല്ലം ഓപ്പണിംഗ് ഇൻവെന്ററി ആവും. ഓക്കെ, ഇനി ആ ഓപ്പണിംഗ് ഇൻവെന്ററിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. മനസ്സിലായാ? ഓപ്പണിംഗ് ഇൻവെന്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ഇക്കൊല്ലം ക്ലോസ് ചെയ്യും. ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചില ലോജിക്ക് നമുക്ക് അറിയാനുണ്ട്. ലോജിക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാ ഇൻവെന്ററിയും സെയിൽ ചെയ്തതായിട്ട് നമ്മൾ എസ്യൂം ചെയ്യും. ഓക്കെ, വാട്ട് എവർ വാസ് ലെഫ്റ്റ് നമ്മൾ സെൽ ചെയ്തതായിട്ട് എസ്യൂം. എന്താണ്? ആരോ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ ബ്രോഡ് ഫോർവേഡ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഓക്കെ, ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എസ്യൂം ചെയ്യുവാണ് അത് സെൽ ചെയ്യുക. അപ്പൊ ഈ ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ഇൻവെന്ററിനെ ഇൻവെന്ററി ആയിട്ടുള്ള അസറ്റ്സിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ അസറ്റ്സ് കുറയുമ്പോൾ എവിടെയാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ഇൻവെന്ററി അസറ്റ്സ് എന്താണ്? ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുക. ഈ ഓപ്പണിംഗ് ഇൻവെന്ററിനെ നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. അതുകൊണ്ട് എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് അത് കാണിക്കുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ഓക്കെ അല്ലേ? ഓപ്പണിംഗ് ഇൻവെന്ററി ഓപ്പണിംഗ് ഇൻവെന്ററിനെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എസ്യൂം ചെയ്യുക. അങ്ങനെയാണ് അക്കൗണ്ടിംഗ് റൂള്. മനസ്സിലായാ? എങ്ങനെ? നമ്മൾ അസറ്റ് അല്ലേ അത്? ഓപ്പണിംഗ് ഇൻവെന്ററി എങ്ങനെ അസറ്റ് ആവുക? കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഇൻവെന്ററി ആണ് ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി. പക്ഷെ ഇയറിന്റെ ലാസ്റ്റ് ആകുമ്പോൾ ആ ഓപ്പണിംഗ് ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ടാവോ? എടാ, കഴിഞ്ഞ കൊല്ലത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി. അത് മനസ്സിലായില്ലേ?
അത് സപ്പോസ് ഒരു $1000 ആന്ന് വിചാരിക്കേ. ആ ഇക്കൊല്ലം ഇയർ എൻഡ് ചെയ്യുമ്പോ ആ ഓപ്പണിംഗ് ഇൻവെന്ററി, ആ ഇൻവെന്ററി എന്ന് പറയുന്നത് 1000 തന്നെ ഇൻവെന്ററി അസറ്റ്സിൽ ഉണ്ടാവോ? നീ വിൽക്കൊന്നും ചെയ്യില്ല, നഷ്ടത്തിൽ പോകുന്ന ബിസിനസ്സാ? അങ്ങനെയല്ല. ഇപ്പോ മാം ഒരു ഗോൾഡ് ബിസിനസ് ആണെന്ന് വിചാരിക്കേ. ആ അത് എന്നിട്ട് ഇയർ എൻഡിലാകുമ്പോഴത്തേക്ക് മാമിന്റെ ഗെയിമിൽ ഒരു 1 കിലോ ഗോൾഡ് ഉണ്ട്. ആ എന്നിട്ട് അത് ഓപ്പണിംഗിലാവുമ്പോ, അതായത് ജാനുവരി 1 ആകുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് ആയി. ആ ഓപ്പണിംഗ് 1 ആയി. കിലോ ആ 1 കിലോ ആ 1 കിലോ ഉണ്ട്, 1 കിലോ അവിടെ ഉണ്ട്, ഓപ്പണിംഗ് ആയി. ആ പിന്നത്തെ ഇയർ എൻഡ് വരുമ്പോ നീ ആ 1 കിലോ വേറെ ഒന്നും കുറക്കൂല, അതായത് കുറക്കും. വിൽക്കാണ്ടിക്കോ? ഇല്ല, ഇല്ല. വിൽക്കും. ആ. അപ്പൊ അതാ പറയുന്നുള്ളൂ, ഓപ്പണിംഗ് ഇൻവെന്ററി എപ്പോഴും എന്താണ്, assume to be sold ആണ്. മനസ്സിലായ? ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ഇൻവെന്ററിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി 2 കാറ്റഗറീസ് ആക്കും. ഒരു കാറ്റഗറി ഇൻവെന്ററി അസറ്റ്സ് ആണ്. ഓക്കെ, ഒരു കാറ്റഗറി എന്താണ്, ഓപ്പണിംഗ് സെയിൽസ് എങ്ങനെയാ ഇൻവെന്ററി എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് ആയ? സെയിൽസ് എങ്ങനെ എക്സ്പെൻസ് ആയെന്ന? സെയിൽ നമ്മളെ എസംപ്ഷൻ ആണ്, സെയിൽ അല്ലെ, assume to have been used for sale. ഓക്കെ, സെയിൽസിന് എക്സ്പെൻസ് ആക്കുന്നതല്ല, നമ്മൾ ഓപ്പണിംഗ് ഇൻവെന്ററിനെ എക്സ്പെൻസ് ആയിട്ട് ക്യാൻസൽ ചെയ്യാനാ. കാരണം സെയിൽസ് നമ്മൾ എന്തായാലും സംഭവിച്ചതിനെ റെക്കോർഡ് ചെയ്യും, മനസ്സിലായ? പക്ഷെ ഓപ്പണിംഗ് ഇൻവെന്ററി അവിടെ തന്നെ കിടക്കും, നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടിരുന്നാല്. അണ്ടർസ്റ്റാൻഡ്? എടാ, സെയിൽസിന് വേറെ തന്നെ എൻട്രി എന്തായാലും ഉണ്ട്. സെയിൽസിന്റെ എൻട്രി എന്താ? ഡെബിറ്റ് ക്യാഷ്, അല്ലെങ്കിൽ ഡെബിറ്റ് ട്രേഡ് റിസീവബിൾസ്, ക്രെഡിറ്റ് സെയിൽസ് അല്ലേ? ഇത് നമ്മൾ പഠിച്ച ഒരു എൻട്രി അല്ലേ? ഇതുപോലെ ഓപ്പണിംഗ് ഇൻവെന്ററിക്ക് ഒരു എൻട്രി എന്ന് പറയുന്നുള്ളൂ. മനസ്സിലായടോ? ഓക്കെ, അപ്പോ ഓപ്പണിംഗ് ഇൻവെന്ററിന്റെ റൂൾ എന്താ? ഓപ്പണിംഗ് ഇൻവെന്ററി assume to have been sold in the business ആണ്. അപ്പൊ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ഇൻവെന്ററിനെ എക്സ്പെൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ഇൻവെന്ററി അസറ്റ്സിൽ നിന്നാണ് അതിന്റെ നമ്മൾ ലോജിക് അതിനെ ഒന്നുകൂടി കുറക്കുക. പറയോ? ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് ഇവിടെ അടക്കട്ടെ. എടാ, ലോജിക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി ആക്കണം. ഓക്കെ, ഓപ്പണിംഗ് ഇൻവെന്ററി എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻവെന്ററി ബ്രോഡ് ഫോർവേഡ് ആണ് ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി. പക്ഷെ ഈ ഓപ്പണിംഗ് ഇൻവെന്ററി ബിസിനസ്സിൽ അതേപോലെ കിടക്കൂല. കാരണം എന്താണ്, അത് നമ്മൾ എടുത്തിട്ട് സെല് ചെയ്യും അല്ലെ? സെല് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മളെ ബിസിനസ്സിൽ എന്തുണ്ടാവൂല, പ്രോഫിറ്റ് ഉണ്ടാവൂല അല്ലേ? അല്ലേടോ? എടാ, ബിസിനസ്സില് ഇൻവെന്ററി മൂവ് ചെയ്യണ്ടേ? ഇൻവെന്ററി മൂവ് ചെയ്യാണ്ട് ഓപ്പണിംഗ് ഇൻവെന്ററി അവിടെ തന്നെ കിടക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എന്തായാലും എന്ത് ചെയ്യണോ, ഇൻവെന്ററി സെല്ല് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഒറ്റ സെക്കൻഡ്, സോറി. ലോജിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ ബിസിനസ്സിനെ നിങ്ങൾ ബിസിനസ് തുടങ്ങരുതട്ടാ. ആർക്കാ മനസ്സിലായത് ഇപ്പൊ ലോജിക്ക്? പറയടോ. ഹംനക്ക് പറഞ്ഞു, മനസ്സിലായിട്ടില്ല? ഇല്ല. ഹംന, നീ ഒരു ബിസിനസ് തുടങ്ങി. ഓക്കെ, അല്ല, അതെന്ത് എഫക്റ്റ് കുറയുന്ന മനസ്സിലായി. എക്സ്പെൻസ് ആവുന്നതായിരിക്കും. അതെങ്ങനെ എക്സ്പെൻസ് ആവുന്നുള്ളത് ഇതിനകത്ത്? എടാ, കാരണം നമ്മൾ IAS 2 പ്രകാരം നമ്മൾ ഓപ്പണിംഗ് ഇൻവെന്ററിന് എടുക്കുന്നേ. നിങ്ങൾ തന്നെ പറ, ഓപ്പണിംഗ് ഇൻവെന്ററി നമ്മൾ എവിടെ എടുക്കുന്നേ? എക്സ്പെൻസ് ആയിട്ട് തന്നെയല്ലേ എടുക്കുന്നേ? COS-ലല്ലേ എടുക്കുന്നേ അല്ലേ? 2 പ്രോബ്ലംസ് ചെയ്തില്ലേ നിങ്ങള്? അപ്പൊ അതിനെ എക്സ്പെൻസ് ആക്കണ്ടേ? അതിനുള്ള സംഭവമാണിത്, അത്രേ ഉള്ളൂ. ഇങ്ങനെ കൊറേ ചിന്തിക്കാനൊന്നുമില്ല, റൂള് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻവെന്ററി അസറ്റ്സ് റിമൂവ് ചെയ്യും. അതുകൊണ്ട് ഇൻവെന്ററി അസറ്റ്സിനെ ക്രെഡിറ്റ് ചെയ്യും. എന്തപ്പാ പറ്റാത്തെ? ഇൻവെന്ററി അസറ്റ്സിനെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെന്താണ്, ഓപ്പണിംഗ് ഇൻവെന്ററിനെ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിൽ എക്സ്പെൻസ് ആയിട്ട് കൂട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഇത് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് എഴുതാൻ പറയും കേട്ടോ. ഇനി സെക്കൻഡ് വൺ നോക്കിക്കോ, ദ അൺയൂസ്ഡ് ഇൻവെന്ററി അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഓക്കെ, അൺയൂസ്ഡ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലെ? അൺയൂസ്ഡ് ഇൻവെന്ററി എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. ആ ക്ലോസിംഗ് ബാലൻസ്, അതായത് ഇയർ എൻഡിലുള്ള ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് കോസ്റ്റ് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതൊന്നും ഇല്ലടോ, നമ്മൾ ഈ മുകളിൽ പഠിച്ചത്
ഇൻ വേർഡ്സ് നമ്മൾ പറയുന്നേ ഉള്ളൂ. മനസ്സിലായാ? അതിന് വേണ്ടിയിട്ടാ മുകളിൽ പഠിച്ചേ. അതായത് ഓപ്പണിംഗ് ഇൻവെന്ററിനെ നമ്മൾ എക്സ്പെൻസ് ആക്കി, പിന്നെ എന്ത് ചെയ്തു, പേർച്ചേസസിന് നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്തു. മനസ്സിലായാ? അതേ ഇവിടെ പറയുന്നുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഓക്കെ പീപ്പിൾ? ഓക്കെ. ഓക്കെ. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററിന് എന്ത് ചെയ്തു? പേർച്ചേസസിന് മൈനസ് ചെയ്തു. ക്ലിയർ? എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ക്യാരി ഫോർവേഡ് അസെറ്റ് നെക്സ്റ്റ് ഇയറിലേക്ക് കൊടുക്കുവാണ്. അപ്പം ഇതിന്റെ ഇൻവെന്ററി എന്താണ്? നെക്സ്റ്റ് ഇയറിലേക്ക് കൊടുക്കുന്ന അറിയുമ്പം അസെറ്റ് കൂടും. അപ്പം ഡെബിറ്റ് ചെയ്യുക. പിന്നെന്താണ്? ക്ലോസിംഗ് ഇൻവെന്ററി എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? അണ്ടർസ്റ്റാൻഡ്? ഒന്നും കൂടി പറയാ. അവിടെ ഒന്നാമത്തേല് ആ, ക്രെഡിറ്റ് ചെയ്ത ഇൻവെന്ററി അസെറ്റ് ഏതാ? ഇൻവെന്ററി അസെറ്റ്സ് നമ്മുടെ കയ്യിലുള്ള വെയർഹൗസിന്റെ ഉള്ളിലുള്ള ആ പൈൽ ഓഫ് ഗുഡ്സ്, അത് ഇൻവെന്ററീസ് അല്ലേ? ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു അസെറ്റ് അല്ലേ? പുതിയ പർച്ചേസസാ? അല്ലടാ, ഇൻവെന്ററി എന്ന് പറയുന്ന പുതിയതായാലും പഴയതായാലും നമ്മളെ കയ്യിൽ ഫിസിക്കലി സാധനങ്ങൾ ഉണ്ടാവൂലേ, ആ ആ അതിനെയാണ് പറയുന്നത്. അത് നമ്മൾ ഇയർ എൻഡിൽ ഇപ്പൊ ഡബിൾ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇൻവെന്ററി കൗണ്ടും കൂടി നടത്തും. ഇത് വെറും അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ഈ ഓപ്പണിംഗ് ഇൻവെന്ററി, ക്ലോസിംഗ് ഇൻവെന്ററി എന്നെല്ലാം പറയുന്നത്. മനസ്സിലായാ? ഇൻവെന്ററി ഫിസിക്കലി എവിടെ കിടക്കും? വെയർ ഹൗസസിൽ ഉണ്ടാവും. മനസ്സിലായാ? രണ്ടാമത്തെ ഒന്നുകൂടി പറ. രണ്ടാമത്തേൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസെപ്റ്റ് ക്ലിയർ ആക്കുകയാണ്. അതായത് ഇയർ എൻഡിലുള്ള ബാലൻസിനെയാണ് എന്താ പറയുന്നത്? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? പേർച്ചേസസ് മൈനസ് ചെയ്യും. മുകളിൽ ചെയ്ത പോലെ തന്നെ ഓപ്പണിംഗ് ഇൻവെന്ററി എക്സ്പെൻസ് ആണ്. പിന്നെ പേർച്ചേസസ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്യും. ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് COS കിട്ടുക, അല്ലെ? എന്നിട്ട് നമുക്ക് കിട്ടുന്ന ബാലൻസ് ഉണ്ടാവുമല്ലോ, അതിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ അതായത് പേർച്ചേസസ് മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്യാരി ഫോർവേഡ് ആസ് എൻ അസെറ്റ് ടു നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിലേക്ക് ഒരു അസെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ ഡെബിറ്റ് ഇൻവെന്ററി അസെറ്റ്സ്, കാരണം ഇൻവെന്ററി അസെറ്റ്സ് കൂടും. പിന്നെന്താണ്? ക്ലോസിംഗ് ഇൻവെന്ററിനെ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിൽ എടുക്കുന്നുണ്ട്, അതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, അതൊന്ന് എഴുതി വെച്ചേ. ഹെഡിങ് കൊടുക്കുക, ഇയർ ആൻഡ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരാം. ആ ബ്ലാക്ക് അണ്ടർലൈൻ ചെയ്തതും ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതുക. പിന്നെ ജേർണൽ എൻട്രി. എനിക്കില്ലേ ഓക്കെ, രണ്ടാമത്തേതൊന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറഞ്ഞുതരോ? എക്സാമ്പിൾ നമ്മൾ ചെയ്യും, ക്വസ്റ്റ്യൻ തന്നെ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നെ ചെയ്യും. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയാണ്? 9500 അല്ലേ? കാണുന്നില്ല. അയ്യോ, നേരത്തെ ക്വസ്റ്റ്യൻ ആ TYU 1 തന്നെ. ഇപ്പൊ 9500 ആണ്. പേർച്ചേസസ് എത്ര നടന്നിട്ടുണ്ട്? 150,000 ആണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഇത് ബിഗിനിങ് ഓഫ് ദി ഇയർ ആണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 7500 ആണ്. റവന്യൂ 215,000 ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇതിൽ നമ്മളിപ്പോ പഠിച്ച കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റത്തെ അക്കൗണ്ട് നമുക്ക് ഇൻവെന്ററി അക്കൗണ്ട് വരക്കാം. ഇൻവെന്ററി അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഇൻവെന്ററി അസെറ്റ്സ് ആണ്. അതായത് അസെറ്റ് ആയിട്ട് വെയർഹൗസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ അസെറ്റ് എത്ര ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഓപ്പണിംഗ് ഇൻവെന്ററി വെച്ചിട്ടല്ലേ, അല്ലേ? അപ്പൊ ഓപ്പണിംഗ് ഇൻവെന്ററി എത്രത്തോളം ഉണ്ടോ അത്രത്തോളാണ് ഇൻവെന്ററിയുടെ ബാലൻസ്. ക്ലിയർ? ഇപ്പൊ 1st January 2007 നമ്മൾക്ക് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ആയിട്ട് എത്ര ഉണ്ട്? 9500 ഉണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ പറയുന്നത്? ബിസിനസ് ഇസ് അസ്യൂംഡ് ടു സെൽ ദീസ് ഗുഡ്സ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 9500നെ ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഡെബിറ്റ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യും. ക്ലിയർ? ഓക്കെ പീപ്പിൾ, മനസ്സിലായാ?
അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്യും നമ്മള് 9,500 ആയിട്ട് അതവിടെ ക്യാൻസൽ ചെയ്തു. ഇത്രേ പറയുന്നുള്ളൂ. കഴിഞ്ഞ് ഫസ്റ്റത്തെ കഴിഞ്ഞ്. മനസ്സിലായാ? മനസ്സിലാത്ത ആളുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. മനസ്സിലായിട്ടില്ല. എടാ ബിഗിനിങ് ഓഫ് ദി ഇയറിലുള്ള ഇൻവെന്ററി ആണ് ആക്ച്വലി നമ്മളെ വെയർ ഹൗസിൽ കെട്ടിക്കിടപ്പുള്ള ഇൻവെന്ററി അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇൻവെന്ററി എന്താണ് അസറ്റ് ആണ്. കൂടുന്നതൊക്കെ ഡെബിറ്റ്, കുറയുന്നതൊക്കെ എന്താണ് ക്രെഡിറ്റ്. അപ്പൊ വെയർ ഹൗസിൽ കെട്ടിക്കിടപ്പുള്ള ഇൻവെന്ററി എത്രയാണ്? 9,500. മനസ്സിലായാ? അതാണ് അതിന്റെ ബാലൻസ്. ഓക്കെ. ഇനി ബിസിനസ് എന്താണ് എസ്യൂം ചെയ്യുന്നത്? ഇത് അവിടെ കിടക്കത്തില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും അല്ലേ? അപ്പൊ ആ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പണിംഗ് ഇൻവെന്ററിന് എവിടെയാണ് എടുക്കുന്നത്? COS എടുക്കുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഇക്വേഷനിലാണ് എടുക്കുന്നത് അല്ലേ? മനസ്സിലായാ? അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യും? 9,500 ആയിട്ട്, അതായത് ഈ സെയിം സാധനം നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ പഠിച്ച ഡബിൾ എൻട്രീന്റെ കംപ്ലീറ്റ് ആയി. മനസ്സിലായിനാ? രണ്ടാമത്തെ എന്താ പറയുന്നേ? നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ക്ലോസിംഗ് ഇൻവെന്ററി അസറ്റ്സിലോട്ട് മാറ്റും അല്ലെ? അപ്പൊ 31st December 2007 നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് ഇൻവെന്ററിനെ COS ആയിട്ട് ഇൻവെന്ററി അസറ്റ്സിലോട്ട് കൂട്ടി അല്ലെ? ക്ലോസിംഗ് ഇൻവെന്ററി എവിടെയാണ് എടുക്കുന്നത്? COS തന്നെ അല്ലേ? ഡൗട്ട് ഉണ്ടാ? COS കണ്ടൻസ് കൊന്നാലും മറക്കരുത് കേട്ടാ. അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്തു? COS എടുത്തു. എത്രയാണ്? 7,500. ഇത്രയും ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടാ? ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാ? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോ എന്തെല്ലാം കിട്ടുന്നത്? എങ്ങനെ? കോസ്റ്റ് ഓഫ് സെയിൽസ് എങ്ങനെ? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലേ കൊടുത്തേ? ക്ലോസിംഗ് ഇൻവെന്ററി എഴുതൂല. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് കൊടുക്കും. കാരണം ക്ലോസിംഗ് ഇൻവെന്ററി എവിടെയാ നമ്മൾ എടുക്കുന്നത്? ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എവിടെ എടുക്കുക? COSന്റെ ഉള്ളിലല്ലേ? അതേപോലെ ഓപ്പണിംഗ് ഇൻവെന്ററി എവിടെ എടുക്കുക? COSന്റെ ഉള്ളില്. അതുകൊണ്ടാണ് രണ്ടിനും COS എന്ന് പറഞ്ഞത്. മനസ്സിലായാ? വേണമെങ്കിൽ ബ്രാക്കറ്റില് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാ. നമ്മളിപ്പോ ഇത് എഴുതണോ? വേണ്ട എഴുതല്ല കഴിഞ്ഞിട്ട് മാത്രമേ എഴുതാൻ പറ്റൂ. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ. എന്നാലേ ഒറ്റക്ക് ചെയ്യുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണ്ടേ? അപ്പൊ അതിനു വേണ്ടിട്ട് ഒറ്റക്ക് ചെയ്യണം. മനസ്സിലാകണ്ട? ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും അല്ല, എന്താ ഓപ്പണിംഗ് ഇൻവെന്ററിയും ക്ലോസിംഗ് ഇൻവെന്ററി എടുക്കുന്നുള്ളൂ. അതല്ലേ പറയുന്നുള്ളൂ. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇൻവെന്ററി അസറ്റ്സിൽ അത്രയല്ലേ എടുക്കണ്ടു? അല്ലടോ, സെക്കൻഡ്. ഇൻവെന്ററി അസറ്റ്സിൽ നമ്മൾ അത്രയല്ലേ എടുക്കുന്നുള്ളൂ? നമ്മളിപ്പുറം ക്രെഡിറ്റ് സൈഡിൽ COS കൊടുത്തത് ഓപ്പണിംഗ് ഇൻവെന്ററി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ? അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ പഠിച്ച ഡബിൾ എൻട്രീനെയും കാട്ടി മെനക്കേടില്ല ലെഡ്ജറിന്. ഇപ്പൊ ബാലൻസ് എത്രയാണ്? 9,500. രണ്ട് സൈഡും ക്യാൻസൽ ആയി. അപ്പൊ എത്രയാണ് ബാലൻസ് ഉണ്ടാവുള്ളൂ? 7,500 അല്ലേ? 31st December 2007 ബാലൻസ് carried forward എത്രയാണ്? 7,500. ടോട്ടൽ എത്രയാ വരുന്നേ? 17,000. 17,000. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, 17,000 അല്ലേ?
ഓക്കെ. ഇനി എപ്പോഴും റൂൾ എന്താ? 31 December 2007 ശേഷം 1 January 2008 ബാലൻസ് എത്രയാണ്? 7,500. ബ്രോഡ് ഫോർവേഡ് എത്രയാ? 7,500. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരട്ടെ, ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തത്, പിറ്റേ അതായത് പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിച്ചത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ അക്കൗണ്ടാണ്. കേക്കുന്നില്ലേ? കിളിയൊന്നും പോയിട്ടില്ലല്ലോ. ഫിൽ എന്താ അഡ്രസ് ഇല്ലാത്ത? ആയിട്ടുണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് amount column. Okay. Okay അല്ലടോ? അതെ. ഇനി ഈ മോളിൽ പറയുന്നതെല്ലാം ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് COSല് ഇൻവെന്ററി എന്ത് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് സെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യാ? നിങ്ങള് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാം. മനസ്സിലായ? ഓക്കെ. ഫസ്റ്റ് ചെയ്തതിന്റെ ഉൾട്ട. ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാ? അല്ല സോറി, ഫസ്റ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻവെന്ററി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് നേരെ ഓപ്പോസിറ്റ് എടുക്കുക. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ 1 January നമുക്ക് എന്തായിട്ടുണ്ട്? 2007 നമ്മൾക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി വന്നിട്ടുണ്ട്. അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 7,500. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഇക്വേഷൻ മറക്കരുത്. ഇനി എന്തുണ്ട്? ഇക്വേഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ മറക്കരുത് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോകും. മനസ്സിലായോ? എക്സ് ആയിട്ട് എടുക്കണ്ടേ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ നടത്തുമ്പോ. റജിലക്ക് എന്താ ഡൗട്ട്? എടാ ഇത് രണ്ടാമത്തെ ജേർണൽ എൻട്രി, അതായത് നമ്മള് ഡെബിറ്റ് ഫസ്റ്റ് എന്താ ചെയ്തത്? ഡെബിറ്റ് ഇൻവെന്ററി ക്രെഡിറ്റ് COS അത് ചെയ്തു, അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ. അടുത്തെന്താണ്? സോറി, ഇത് നേരെ ഉൾട്ടയാണ്. അതായത് ഡെബിറ്റ് ഇൻവെന്ററി ക്രെഡിറ്റ് ഇൻവെന്ററി ഡെബിറ്റ് COS അല്ലെ? അതാണ് ഇവിടെ ചെയ്തത്. മനസ്സിലായോ? അടുത്ത എൻട്രി എന്താ? ഇതെന്താ ഒന്നും പറയാത്തെ? അടുത്ത എൻട്രി എന്താ? ഡെബിറ്റ് ഇൻവെന്ററി അസറ്റ്സ് ക്രെഡിറ്റ് ക്ലോസിംഗ് ഇൻവെന്ററി, അതായത് ക്രെഡിറ്റ് COS, അതാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി COSല് ഒരു ഇക്വേഷൻ ബാക്കിയുണ്ട്, അതെന്താ പറഞ്ഞട്ടെ? പർച്ചേസസ് എന്താണ്? കൂട്ടുവാണോ ചെയ്യുക, കുറക്കുവാണോ ചെയ്യുക? നമ്മൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഓപ്പണിംഗ് ഇൻവെന്ററിയും പർച്ചേസും പോസിറ്റീവ് എമൗണ്ട്സ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എടുക്കും. മനസ്സിലായ? പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. എടാ കൂട്ടുന്നതല്ലേ? കൂട്ടുന്നുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ കുറക്കുന്ന ഐറ്റമാ. അപ്പൊ എക്സ്പെൻസിനെ കുറക്കുന്ന ഐറ്റം ക്രെഡിറ്റ് സൈഡ്, എക്സ്പെൻസിനെ കൂട്ടുന്ന ഐറ്റം എവിടെയാണ്? ഡെബിറ്റ് സൈഡ്. പർച്ചേസസ് എത്രക്കാണ് നടത്തിയേ? പർച്ചേസസ് 150,000, അതിവിടെ. ഇനി ബാലൻസിങ് കാണാം. ഓക്കെ. ബാലൻസിങ് ഫിഗർ കാണാൻ പോവാണേ.
ടോട്ടൽ എത്രയാ വരുന്നേ? ഇവിടെ ടോട്ടൽ എത്രയാ? ടോട്ടൽ എത്ര വരുന്നേ? 157,500. 100 and എടാ ഞാൻ എമൗണ്ട് മാറിപ്പോയി. ഇവിടെ 9,500. ഓപ്പണിംഗ് സ്റ്റോക്ക് 9,500 ആ. ക്ലോസിംഗ് സ്റ്റോക്ക് 7,500. എത്രയാണ് ഇപ്പൊ കിട്ടുന്നത്? എമൗണ്ട് എടുത്തത് മാറിപ്പോയത്. സംഭവം കറക്റ്റ് ആക്കിനി, എമൗണ്ട് എടുത്തത് മാറിപ്പോയി. പറ അപ്പൊ എത്രയാ ടോട്ടൽ കിട്ടുന്നത്? 1,59,500. 1,59,500. ബാലൻസ് എത്രയാ? ബാലൻസ് എത്രയാ? 1,52,000. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടെ. എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യൂല? ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതൂല. എന്താ പറയുന്നേ? എല്ലാ എക്സ്പെൻസസും ഇൻകമും ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എഴുതൂല. പകരം നമ്മൾ എന്താണ് എഴുതാ? ട്രാൻസ്ഫേർഡ് ടു P&L. മനസ്സിലായാ? എല്ലാ ഇൻകമും എക്സ്പെൻസും നമ്മൾ എഴുതുമ്പോൾ ബാലൻസ് തന്നെയാണ്, അതായത് ട്രയൽ ബാലൻസിലേക്ക് പോകുന്ന ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മൾ ബാലൻസിന് പകരം അവിടെ ഒരു വേർഡ് കൊടുക്കുക, വേർഡ്സ് എഴുതുക, ട്രാൻസ്ഫർ ടു P&L എന്നാ. മനസ്സിലായാ? ഓക്കെ, എന്താണ് എഴുതുക? ഒരു പുതിയ ടോപ്പിക് ആണ് ഇന്ന് പഠിച്ചത്. എക്സ്പെൻസും ഇൻകമും ട്രാൻസ്ഫർ ടു P&L എന്നാണ് ബാലൻസിന് പറയുക. മനസ്സിലായാ? Okay. 4 മനസ്സിലായിനാ? നേരെ മറിച്ച് SOFP കണ്ടന്റ്സ് നമ്മൾ ബാലൻസ് തന്നെ എഴുതുക. SOPL കണ്ടന്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ടു P&L എന്നാ എഴുതുക. മനസ്സിലായില്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇപ്പൊ നമ്മള് മേലെ പറഞ്ഞത് ആ, ഇത് ഇൻവെന്ററി ആണ്. ഇൻവെന്ററി SOFP കണ്ടന്റാ. മനസ്സിലായാ? അപ്പൊ ബാലൻസ് ആയിട്ട് കാണിച്ചു. FP കണ്ടന്റ് ആയ എടാ ഇൻവെന്ററി എന്താ? നീ കറണ്ട് stock അസറ്റ്സിന്റെ താഴെ ആയോണ്ടാ? എടുക്കുന്ന സാധനല്ലേ? സ്റ്റോക്ക് ആയോണ്ടാ? ആ, അല്ല അസറ്റ് ആയോണ്ട്. അസറ്റ് സ്റ്റോക്ക് തന്നെയല്ലേ? ആ, അസറ്റ്, ക്യാപിറ്റല്, ലയബിലിറ്റി, ഇത് മൂന്നും SOFP ലാ. എല്ലാ എക്സ്പെൻസ്, ഇൻകം, പ്രോഫിറ്റ്, ലോസ് ഇതൊക്കെ SOPL ലാ. അപ്പൊ ട്രാൻസ്ഫർ ടു P&L. മനസ്സിലായാ? ഓക്കെ. ഓക്കെ, 4 ഓക്കെ അല്ലേ? ഇവിടെ 4 ഓക്കെ അല്ലേ? ഇതിപ്പോ ഒന്നും മറുപടി അറിയാത്തേ. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യാൻ എടോ ചെയ്തരണ്ടേ? വേണം. അതെ, നാളെ ഇപ്പൊ ഭയങ്കര മടിയായിരിക്കും വരാന് അല്ലേ? ഇന്ന് ഫുൾ മഴയല്ലേ? ഇന്ന് ഫുള്ള് മഴയാ. നാളെ എന്തായാലും ക്ലാസ് ഓഫ്ലൈൻ ആണ്. അപ്പൊ മഴയൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നാളെ എത്ര മണിക്ക് ക്ലാസ്? നാളെ പറയൂ, ഇന്ന് വൈകുന്നേരം പറയൂ. ഓക്കെ, ശ്രദ്ധിക്കാ. ഇവിടെ നമ്മൾ ഫസ്റ്റ് തുടങ്ങുക ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ തുടങ്ങാം. നാളെ ഉച്ചക്ക് നമുക്ക് സ്കൂളിൽ പോകാനുണ്ട്. എന്തിനാ സ്കൂളിൽ പോന്നെ? +2 സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ഓ ശരി, അയ്യോ, നോക്കാം.
അങ്ങനെയാണെങ്കിൽ അന്നേരം ഞാൻ റെക്കോർഡ് കാണാം എന്നാല്. ഓക്കെ. ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുമ്പോ എവിടെയെന്ന് ഏതാന്ന് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ക്രെഡിറ്റ്. ക്രെഡിറ്റ് അല്ലേ? അപ്പൊ ക്യാഷ് കൊണ്ട് കൂടി എത്ര? 1000. വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എത്രയാ? ക്യാരിഡ് ഫോർവേഡ് 1000. ബാലൻസ് ബ്രോഡ് ഫോർവേഡ് 1000. എല്ലാം 1000. എന്താ അങ്ങനെ നടക്കുന്നേ? മുഹമ്മദ് പുറത്ത് പോകുമ്പോ സാറില് നിന്നോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായാ? ക്യാപിറ്റൽ അക്കൗണ്ട് മനസ്സിലായിനാ? ഇത് ബാക്കി ഒന്ന് എടുക്കുന്നപ്പോ ക്യാപിറ്റൽ. ഓക്കെ ഓക്കെ. ക്യാപിറ്റൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത അക്കൗണ്ട് ആക്കട്ടെ. അതാ ലെഡ്ജർ ചേർക്കേണ്ട പണിയേ ഉള്ളൂ അല്ലേ? ആ, ഇനി ക്യാഷ് അക്കൗണ്ട് ആണ്. കണ്ടാ എന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നില്ല എനിക്ക്. അതൊക്കെ അങ്ങനെ തന്നെ, കുറെ ചെയ്ത് ലെവലാവണം. ക്യാഷ് അക്കൗണ്ട് ആക്കാൻ പോവാന്നേ. ക്യാഷ് എന്ത് വെച്ച് കൂടി? ക്യാപിറ്റൽ വെച്ച് കൂടി 1000. ക്യാഷിന്റെ ബാലൻസ് ഉണ്ടോ? ഇല്ല. പിന്നെ ക്യാഷ് സെയില് വെച്ചിട്ടും കൂടിയിട്ടുണ്ട്. എത്രയാന്ന്? 900 അല്ലെ? ആ. പിന്നെ പെർച്ചേസസ് വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. എത്രയാ? 800. ദൈവം, അപ്പുറത്തെ റൂമിൽ 3 പെൻ ഉണ്ട്, എടുത്തിട്ടുണ്ട്. ഓടിപ്പോ. സെക്കൻഡ്. ഓക്കെ, 1900. 1900 800 പോയ എത്ര? 1100. എത്ര? 1100. ഇതെന്താ ചെയ്യാ? ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ആക്കുക. എത്ര? 1100. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത അക്കൗണ്ട് ഇൻവെന്ററി അസറ്റ്സ്. സെയിൽസ് അക്കൗണ്ട് അത് നോക്കണ്ടേ? എങ്ങനെ? ഇൻവെന്ററി അക്കൗണ്ട് ആക്കണം. ആ, അതാ ഇൻവെന്ററി അക്കൗണ്ട്. മറ്റേ സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്. ആ, ഓക്കെ ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഒന്നും ക്ലിയർ ഇല്ല പറയുന്നത്. സൗണ്ട് ബ്രേക്ക് ആവും. ഇല്ല. ഇല്ല. ക്ലിയർ. സൗണ്ട് ബ്രേക്ക് ആവും. ഇപ്പൊ ഓക്കെയാ?
ഇൻവെന്ററിയിൽ അപ്പൊ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓണർ ആണ് ഇൻവെന്ററി വരിക? അല്ല, പർച്ചേസസ് ഓഫ് ക്യാഷ് വരിക? പർച്ചേസസ് ഫോർ ക്യാഷ്? എടി ആടെ ഇൻവെന്ററി അക്കൗണ്ട് ആക്കുമ്പോ ഏതാ കൊടുക്കുക അതില്? ഇൻവെന്ററി അക്കൗണ്ട് ഓപ്പണിംഗ് ഞാനതാ ഇൻവെന്ററി ഇല്ല പറഞ്ഞ്. അപ്പൊ പിന്നെ ഏതാ ഫില്ല? ഇവിടെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്, എന്റെ ഇത് നെറ്റ് കട്ടായി പോയി. ഇപ്പം കേൾക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേ. ഇൻവെന്ററിയിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ഇല്ല, ക്ലോസിംഗ് ബാലൻസും ഇല്ല അല്ലേ? അല്ല സോറി, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല അല്ലേ? അപ്പൊ ബാലൻസ് ബ്രോഡ് ഫോർവേഡും ഇല്ല, അതിനെ COSലേക്ക് മാറ്റുന്ന ആ ട്രാൻസാക്ഷനും ഇല്ല. അത് രണ്ടും ഒഴിവായി. മനസ്സിലായാ? ക്ലോസിംഗ് ബാലൻസ് അതിൽ ഏതാ? സെയിൽസാ? അല്ലടാ, ക്ലോസിംഗ് ബാലൻസ് ഇതാ ക്വസ്റ്റ്യന്റെ താഴെ. അറ്റ് ദി എൻഡ് ഓഫ് ദി വീക്ക് there were goods which had cost 300 remaining in the inventory. മനസ്സിലായാ? ഇപ്പം കണ്ടു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെന്ററിയിൽ എന്തൊക്കെ ഉണ്ടാവും? വെറും ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ബാലൻസ്, അതായത് ഇവിടെ COS 300, ബാലൻസ് ക്യാരിഡ് ഫോർവേഡ് 300 അല്ലേ? ഇവിടെ 300, ഇവിടെ 300, പിന്നെ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് 300. മനസ്സിലായാ? കഴിഞ്ഞു. ഓക്കെ, ഇനി COSന്റെ കേസിലും സെയിം അവസ്ഥയാണ്. നമുക്ക് എന്തില്ല? ഓപ്പണിംഗ് ഇൻവെന്ററി ഇല്ലാലോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്താ മതി? ഈ 300 മാത്രം COS ട്രാൻസ്ഫർ ചെയ്ത ഇൻവെന്ററിന്റെ 300 മാത്രം, അത് തന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ടു P&L ആക്കും. മനസ്സിലായാ? പർച്ചേസസ് ഇടണ്ട എവിടെ? COSല് അക്കൗണ്ടില്. ശരിയാ, സോറി. പർച്ചേസസ് $800. പർച്ചേസസ് ഇടുമ്പോ പർച്ചേസസ് എത്രയാണ്? 800. 800. ട്രാൻസ്ഫർ ടു P&L എത്രയാണ്? 500. 500 അല്ലേ? ഇവിടെ പർച്ചേസസ് അങ്ങനെ ഇവിടെ പർച്ചേസസ് 800, ട്രാൻസ്ഫർ ടു P&L എത്രയാ? 500. 800. മനസ്സിലായാ? അപ്പൊ ഇനി ഇതിന് ബ്രോഡ് ഇതേപോലെ ഫോർവേഡ് എഴുതൂല? എങ്ങനെ? ഇതിന് ബ്രോഡ് ഫോർവേഡ് ഒന്നും എഴുതൂല? ഇല്ല, അക്കൊല്ലത്തെ എക്സ്പെൻസ് അക്കൊല്ലം തന്നെ. ഇൻകം ഞാൻ പറഞ്ഞിട്ടില്ല, ബാലൻസ് ബ്രോഡ് ഫോർവേഡിന് എഴുതൂല. SOPL പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്ലോസ് ചെയ്യും ഫുള്ളായിട്ട്. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണോ? സെയിൽസ് റവന്യൂക്ക് ഒരു അക്കൗണ്ട്, പർച്ചേസസിന് ഒരു അക്കൗണ്ട് ആക്കണം കേട്ടോ. സെയിം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? SOPL എടുക്കും. SOPL റവന്യൂ എത്രക്കാണ്? റവന്യൂ പറയുന്നത് 900 അല്ലേ? 900. പിന്നെന്താ? ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ഇൻവെന്ററി നില്ലാണ് അല്ലേ? 0. പ്ലസ്
purchases എത്രയാ 800 minus closing inventory 300 അല്ലേ തൊട്ടാകെ 500 പുറത്ത് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ ഇപ്പൊ 300 400 ആണോ 100 മനസ്സിലായോ ഉം. ഓക്കെ അല്ലേ ഉം. ഓക്കേടോ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നതാണ് SOFPയില് അസറ്റ്സിന്റെ താഴെ കറണ്ട് അസറ്റില് നമ്മൾ എന്ത് ചെയ്യും ഇൻവെന്ററി എടുക്കും ആ ഇൻവെന്ററിയുടെ എമൗണ്ട് എത്രയായിരിക്കും 300 ആയിരിക്കും മനസ്സിലായോ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ എമൗണ്ട് ആയിരിക്കും SOFPയിൽ പോവുക ഓക്കെ അല്ലേ ഓക്കെ അല്ലേടോ നാലാക്കും ഓക്കെ ആണോ ഷോർട്ട് ടേം ആയോണ്ട് അല്ലേ ഇൻവെന്ററി ഷോർട്ട് ടേം അസറ്റ്സ് അല്ലേ 12 മന്ത്സിനുള്ളിൽ നിങ്ങൾ വിൽക്കൂലേ ഓക്കെ ഓക്കെ ഇതേപോലെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് ആക്കണം പിന്നെന്താണ് പർച്ചേസസ് അക്കൗണ്ടോ മനസ്സിലായോ ആ ഓക്കെ ആ ക്ലിയർ ചെയ്യൂലേ എടോ ഇന്നത്തെ ഡേറ്റ് എത്രയാ ജൂലൈ 17 പർച്ചേസസ് അക്കൗണ്ട് ആക്കുമ്പം അവിടെ ക്യാഷ് പർച്ചേസസ് എന്താ കാറ്റഗറി കൂടുന്നൊക്കെ എന്ത് ചെയ്യും ഡെബിറ്റ് സൈഡ് കുറയുന്നൊക്കെ എന്ത് ചെയ്യും ക്യാഷ് Credit ഡെബിറ്റ് side. സൈഡ് ഏ ക്യാഷ് ഡെബിറ്റ് സൈഡിൽ ഇട്ടിട്ട് എന്താ 800 തന്നെ ബാലൻസ് ഫോർവേഡ് ആക്കണം അല്ലേ ആ പർച്ചേസസ് ബാലൻസ് ഫോർവേഡ് അല്ല SOPL എടുക്കുക അപ്പൊ COS ആക്കണ്ടേ പർച്ചേസ് എന്ന് പറയുമ്പോ എക്സ്പെൻസ് ആണല്ലേ മനസ്സിലായോ പർച്ചേസും പിന്നെ ഏതാ എടുക്കാൻ പറഞ്ഞേ റവന്യൂ അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ഓക്കെ ഓക്കെ റവന്യൂ സെയിൽസ് എല്ലാം കണക്കാണ് ഓക്കെ മനസ്സിലായില്ല എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിന്റെ PDF ഞാൻ അയച്ചിട്ടുണ്ടേ ഗ്രൂപ്പില് അപ്പൊ എന്ത് ചെയ്യാ റെക്കോർഡിങ്സ് കിട്ടിയ അയച്ചു തരും ഫുള്ളും റിവൈസ് ചെയ്യും